കായലിൻ്റെയും കയറിൻ്റെയും നാടായ ചിറയൻകീഴിലാണ് ABC മലയാളം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇന്ന് എത്തി നിൽക്കുന്നത്. 2011 മുമ്പ് ചിറയൻകീഴ് ഒരുപാട് പ്രസിദ്ധരായ ആൾക്കാരുടെ ജന്മസ്ഥലമാണ്. വലിയ സവിശേഷമായ ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. സാർ, ചെറിയ വാക്കുകൾ. നിത്യഹരിത നായകൻ, അതെ, പ്രേനസീറിൻ്റെ നാടാണ് ചിറയൻകീഴ് എന്ന് പറഞ്ഞാൽ ആദ്യമേ അതാണ് ഓർമ്മ വരുന്നത്. ചിറയൻകീഴ് ശാർക്കര ദേവീ ക്ഷേത്രം, പിന്നെ ഗോപി, വെറും ഗോപി എന്ന് പറഞ്ഞാൽ പോരാ, ചിലപ്പോൾ ആൾക്കാർ പറയും സുരേഷ് ഗോപിയാണെന്ന്. കൊടിയേറ്റം ഗോപി എന്ന് പറയണം. കൊടിയേറ്റം, അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റം സിനിമയിൽ അഭിനയിച്ച അല്ലേ, അങ്ങനെയാണ് ഭരത് അവാർഡും ലഭിച്ചത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 33 കിലോമീറ്റർ മാറിയാണ് ചിറയൻകീഴ്. തൊട്ടപ്പുറമാണ് കുമാരനാശാൻ്റെ ജന്മസ്ഥലമായ കായിക്കര. അപ്പോൾ എല്ലാം കൊണ്ടും സമ്പന്നമായിട്ട് നിൽക്കുന്നതാണ് തിരുവനന്തപുരം തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ഒക്കെ കുറഞ്ഞു, അത്രയും യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അഞ്ചുതെങ്ങ് പ്രസിദ്ധമായിട്ടുള്ള ഇടങ്ങളിലേക്കാണ് ചുറ്റും നിൽക്കുന്നത്. കടലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഇടമാണ് അഞ്ചുതെങ്ങ്, അഴൂര്, ചിറയൻകീഴ്, കടയ്ക്കാവൂർ, കിഴുവില്ലം, മുതാക്കൽ, കഠിനംകുളം, മംഗലപുരം, ഇത്രയും പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ചിറയൻകീഴ് മണ്ഡലം. തെക്കേന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ ക്ഷേത്രങ്ങളൊന്നാണ് ചിറയൻകീഴ് ക്ഷേത്രം. കുമാരനാശാന്റെ ജന്മസ്ഥലം, ജി ശങ്കരപിള്ള. ഇങ്ങനെ കാളി മഹോത്സവം വളരെ പ്രസിദ്ധമാണ്. വിദേശികൾ വരെ അവിടെ വരാറുണ്ട്. ശാർക്കര ഭരണി ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു ഈ ചിറയൻകീഴ് ലോക്സഭ. അപ്പോൾ മണ്ഡല പുനർനിർണയത്തെ തുടർന്നുണ്ടായ വ്യത്യാസങ്ങളിലാണ് ഇത് വീണ്ടും മാറുന്നത്. 2011 മുതലായി വരുന്നത്. പ്രാദേശികമായ ചില വ്യത്യാസങ്ങളാണ് വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചിറയൻകീഴിൽ എത്ര ലഭിച്ചെന്ന് നമുക്ക് നോക്കാം. UDFന് 39.6 സാർ കിട്ടിയിരിക്കുന്നത്. 30.6, 56,314 വോട്ടുകളാണ് UDFന് 2019. LDF വരുമ്പോൾ 33.6, 47,750 വോട്ടുകൾ. NDAക്ക് 23.1 ആണ് ലഭിച്ചത്, 32,829 വോട്ടുകൾ. ഇനി 2024 വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന കണക്കുകളെ സാധൂകരിക്കുന്ന സംഭവമാണ്. 39 എന്ന് പറയുന്നത് UDF 24 എത്തിയപ്പോഴത്തേക്കും 34.5 കുറഞ്ഞു. UDF 34.5 കുറയുന്നു. 47,695 വോട്ടുകളാണ്. ഇനി LDFിൻ്റെ കാര്യം നോക്കിയാൽ അവർ 33-ൽ നിന്ന് 32.5 മാറുന്നു. കൃത്യം 1% ലേശം കൂടുതലും കൂടി. 33.6 നിന്നുള്ളത് 32.5 വരും. ഏതാണ്ട് 1% പോകുന്നത്. അവിടെ 44,874 വോട്ടുകളാണ് കിട്ടുന്നത്. 47-ൽ നിന്നാണ് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഗുണം മുഴുവൻ കൊണ്ടുപോയത് BJP ആണ്, NDA ആണ്. അവർ 42,929 വോട്ടുകൾ, 42,000 വോട്ട് പിടിച്ചു. റെക്കോർഡാണ്. 31.1 സർ. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് 2024 42,000 BJP, 44 LDF, 47 UDF. അപ്പോൾ ചിലപ്പോൾ ഞെട്ടിപ്പിച്ചു കൂടായില്ല. ഇത് ഈ മണ്ഡലം രൂപീകൃതമാകുന്നത് 2011-ലാണ് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ 2011, 2016, 2021-ലും CPIയുടെ V ശശിയാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. CPI പുനലൂർ പോലെ തങ്ങളുടെ ഒരു കോട്ടയാക്കി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ ചിറയൻകീഴ്. അല്ല, ഭൂരിപക്ഷത്തിൽ പോലും അതുണ്ട്. ഭൂരിപക്ഷത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. എതിരാളി ഇല്ല എന്നുള്ള മട്ടിലാണ് പലപ്പോഴും അവിടെ ഭൂരിപക്ഷം പോയിരിക്കുന്നത്. ഏറ്റവും അവസാനം വന്നിട്ട് 21-ൽ 14,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശശി. അതെ 14,000-ലധികം വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. 2011 മുതലാണ് ശശിയുടെ ഊഴം തുടങ്ങുന്നത്. അന്ന് അദ്ദേഹം 59,601 വോട്ട്, 52.93, അതായത് 53% വോട്ടാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? 2011-ൽ. അന്ന് അദ്ദേഹത്തിനെ എതിർത്തുന്നത് K. വേലായുധൻ, ഇന്ത്യൻ കോൺഗ്രസിൻ്റെ. അദ്ദേഹം പിടിച്ചത് 47,376 വോട്ടാണ്, 42.07%. അത്തവണ BJP ഇല്ലായിരുന്നു. BJP അവിടെ മത്സരിച്ചില്ല. 2016-ൽ V ശശി തന്നെയാണ് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 64,692 വോട്ടിനാണ്, 46.75 വോട്ടിൻ്റെ ശതമാനം ഇച്ചിരി കുറഞ്ഞു. പക്ഷേ എന്നാൽ വോട്ട് കൂടിയിട്ടുണ്ട്.
കഴിഞ്ഞ തവണ 59,000 ആയിരുന്നെങ്കിൽ ഇത് 64,696 ഭൂരിപക്ഷത്തിന് വ്യത്യാസം വന്നു. KS അജിത് കുമാറാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. 50,370 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്, 36.3%. പിന്നെ PP വാവ അന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, 19,478 വോട്ട്. അദ്ദേഹം അതെ, 14.08% വോട്ട് പിടിച്ചു. അപ്പോൾ 20,000-ഓളം വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ്. പിന്നെ അത്തവണ ഒരു പ്രത്യേകതയുണ്ട്, നോട്ടയ്ക്ക് 1092 വോട്ട് അവിടെ കിട്ടി എന്നുള്ള പ്രത്യേകത അവിടെ സംഭവിച്ചു. സാറിന് നോട്ടയ്ക്ക് ഇത്ര വോട്ട് തിരുവനന്തപുരത്തെ പ്രദേശങ്ങളിലൊന്നും അങ്ങനെ കിട്ടാറില്ല. 1000-ലധികം വോട്ട് നോട്ടയ്ക്ക് കിട്ടുന്നത് അധികം. BJP വലിയ നോട്ട് വിട്ടിരിക്കുന്ന മണ്ഡലമല്ലോ. ഇപ്പോൾ മത്സരിച്ചത് BJPയുടെ ആശാനാഥാണ്, ഡെപ്യൂട്ടി മേയറായ ആശാനാഥ് വന്നു കഴിഞ്ഞപ്പം അവിടെ ഈ 19,478 എന്ന് പറയുന്നത് 30,986 കൂടി. ഏതാണ്ട് 11,000-ൽ പര വോട്ടുകൾ അവിടെ ആശാനാഥ് കൂടുതൽ പിടിച്ചു. വീണ്ടും ആശാനാഥിനെ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ കേൾക്കുന്നു. ചില സ്ഥാനാർത്ഥികൾക്ക് ഇത്തരത്തിൽ വോട്ട് വിധം വർദ്ധിപ്പിക്കാൻ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതേ. അതെ. അപ്പോൾ ഈ 2021-ൽ വീണ്ടും ശ്രീ വി ശശി തന്നെയാണ് CPIയുടെ സ്ഥാനാർത്ഥി ജയിച്ചത്. 62,634 വോട്ട്. അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് ശതമാനം അപ്പോഴും വീണ്ടും കുറയാണ്, 43.17 BS അനൂപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 48,617 വോട്ട്. അദ്ദേഹം 33.51% പിടിച്ചത്. അവിടെയാണ് GS ആശാനാഥ് BJP മത്സരിച്ച്, നമ്മുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ മത്സരിച്ച് 30,986 വോട്ട് പിടിച്ചു, 21.36% വോട്ട് പിടിച്ചു. അപ്പോൾ ഇനി വരുന്നത് ഒരു ത്രികോണ മത്സരമായിരിക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വോട്ടുകൾ വെച്ച് പറയാവുന്നത് ഭാവിയിലേക്ക് ഒരു നിക്ഷേപമാണ്. ഈ 20,000 വോട്ട് 16 പിടിക്കുന്നു, അതെ, 30 ക്രമമായി കയറ്റുന്നു. സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പോടെ ആകുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിലെന്ന പോലെ പിന്നെ എപ്പോഴും അത് BJP ആകട്ടെ CPM ആകട്ടെ കോൺഗ്രസ് ആകട്ടെ എപ്പോഴും ജനാധിപത്യത്തിൽ നിലനിന്ന് പറയുന്ന ശക്തമായ എതിരാളികൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് 2 പേരും തമ്മിലുള്ള മത്സരമായിട്ട് എന്തിനു മാറണം, 3 പേരും തമ്മിലുള്ള മത്സരമായി മാറാനുള്ള സാധ്യതയ്ക്കുള്ള നിക്ഷേപം എന്നുള്ള രീതിയിൽ ഈ 30,986 വോട്ടുകളെ നമുക്ക് അത് 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലയിൽ വീണ്ടും കൂടുകയാണ്. ആണല്ലേ? ആശാനാഥ് 30,981 പിടിച്ചത് BJPക്ക് 35,639 ആശാനാഥ് ഇല്ലാഞ്ഞിട്ട് പോലും അവിടെ വീണ്ടും 5,000 വോട്ടിൻ്റെ വ്യത്യാസം വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആശാനാഥാണ് ഇത്തവണ മത്സരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നല്ല ത്രികോണ മത്സരത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്ന് വേണം കാണാൻ. ഈ ഒരു പ്രദേശത്തെ ഏതെങ്കിലും ഒരു പാർട്ടി കൈവിടില്ല എന്നും സ്ഥിരമായി ഞങ്ങൾ അവിടെ ഉണ്ട്, നല്ല നേതാക്കളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് എന്ന ഒരു സന്ദേശം അതിന് LDF കൊടുത്താലും UDF കൊടുത്താലും NDA കൊടുത്താലും ആൾക്കാരെ ആ ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതിന് തെളിവാണ് വാസ്തവത്തിൽ ഈ പല മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത്. അക്കൂട്ടത്തിലാണ് വാസ്തവത്തിൽ ഈ മണ്ഡലവും. ചില നേതാക്കൾ ഉദിച്ചു വരുന്നു, പാർട്ടി പ്രാധാന്യം നൽകുന്നു, അപ്പോൾ ജനസ്വാഭാവികമായിട്ടും പുറകോട്ട് വരുന്നു, പിന്നോട്ട് വരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴും LDFന് മുൻതൂക്കമുണ്ട് കേട്ടോ, അതുണ്ടാവും. അതായത് LDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 51,942 വോട്ട് പിടിച്ചിട്ടുണ്ട്. UDF 51,468 വോട്ടുമായിട്ട് തൊട്ട് പുറകിലുണ്ട്. അവർ തമ്മിൽ 474 വോട്ടിൻ്റെ വ്യത്യാസം, 500 തികച്ചു പോലും ഇല്ല. 474 വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് LDF UDF അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആശാനാഥ് മത്സരിച്ചാൽ പോലും ഇവരോടൊപ്പം എത്തണമെങ്കിൽ ഒരു 15,000 വോട്ടെങ്കിലും കൂടുതൽ പിടിക്കണം. പക്ഷേ BJP വലിയ നോട്ടം ഇട്ടിരിക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആദ്യം വാവായെ നിർത്തി മത്സരിപ്പിച്ചിട്ട് തൊട്ടടുത്ത് ഈ വനിതയെ കൊണ്ട് നിർത്തി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാമെന്ന് തെളിയിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അവർക്കത് പിടിച്ചു കയറാമെന്നും കൂടി അവർ ചിന്തിക്കുന്നുണ്ടാവും. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതിന്റെ അതിന്റെ ഒരു ചലനം തൊട്ട് തീർന്ന് കിടക്കുന്നത് ചിറയൻകീഴിനുണ്ടാകാം. തീർച്ചയായിട്ടും ഉണ്ടാകാം. ഈ ആശാനാഥിന് ഒരു സ്റ്റാർ കാൻഡിഡേറ്റിന്റെ ഒരു പരിവേഷം ഉണ്ട്. അവർ മത്സരിച്ച എല്ലാ സ്ഥലത്തും അത്തരത്തിലുള്ള ഒരു പ്രത്യേകത അവർ കാണിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിലും ചിറയൻകീഴും അവരത് നിലനിർത്തി. ഒറ്റയടിക്ക് അവർക്ക് 11,000-ഓളം വോട്ട് മാറ്റാൻ കഴിഞ്ഞു. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു 10,000 വോട്ടെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയത്തിനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് പിന്നെ CPI ആണല്ലോ സാറേ, CPI ആണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചിറയൻകീഴ് എടുത്താലും തൊട്ടടുത്ത് നമ്മൾ നെടുമങ്ങാട് എടുത്താലും
ഇതിനകത്ത് ഇടതുപക്ഷ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ചുറ്റും കിടക്കുന്ന അങ്ങനെയാണ്. ഇപ്പോൾ വിശേഷിച്ചും CPIക്ക് പിന്നെ നല്ല പ്രവർത്തകരുള്ള നേതാക്കൾ, ഇപ്പോൾ GR ആണിൽ നെടുമങ്ങാട്. അപ്പോൾ അങ്ങനെ ആ സ്വാധീനം പെട്ടെന്ന് വിട്ടുപോകാൻ അവർക്ക് നല്ല വ്യക്തി ബന്ധങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഈ വോട്ടേഴ്സിനെ ആകർഷിക്കാനുള്ള കാര്യം അവർക്ക് തന്നെ ഓൾറെഡി ഉണ്ട്. അവിടെയാണ് ഈ തുഴഞ്ഞുകയറ്റം, അവിടെയാണ് തുഴഞ്ഞുകയറ്റം. അപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കൾ കുറച്ച് പ്രായം കൂടി വരുന്നു. ആ പ്രായം കൂടി വരുന്നതിനിടയിലാണ് അത് CPM ആവട്ടെ, ആറ്റിങ്ങലെടുത്താലും വർക്കലെടുത്താലും ഒക്കെ തന്നെയാണ് ഇതേ കമ്മ്യൂണിസ്റ്റ് സ്വാധീനമാണുള്ളത്. അപ്പോൾ ആ നേതാക്കൾ അവിടെയാണ് നമുക്ക് ജോയി വന്നപ്പോൾ ഒരു മാറ്റം വന്നു എന്ന് പറഞ്ഞത്. ചെറുപ്പക്കാരായ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നതിന് തെളിവും കൂടിയാണ് ആശാനത്ത് വന്നപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി കാരണം സാർ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഇതൊക്കെ കിടക്കുന്നത്. ഈ പിന്നെ വലിയൊരു ഹൈപ്പ് ഇപ്പോൾ മോദി വരുന്നു, പിന്നെ കാളി തൊട്ട് തൊടുന്ന അതെല്ലാം അങ്ങോട്ടേക്ക് പിന്നെ ഒരു മറ്റൊന്നും ആശാനാഥന് ചിലപ്പോൾ ഒരു താമര വിരിക്കാൻ നോക്കേണ്ട ഒരു മണ്ഡലമാണ്. അത് മറ്റൊരു ജൂനിയർ ശോഭാ സുരേന്ദ്രനായി മാറും എന്നാണ് തോന്നുന്നത്. അല്ല, കാരണം ചിലപ്പോൾ എന്തുകൊണ്ട് ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഡെപ്യൂട്ടി മേയറാണ്, പിന്നെ സഹായങ്ങളാണ്, പ്രധാനമന്ത്രി വരുന്നു. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ വലിയൊരു ഒരു പുസ്തകമൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ വനിതയെ തന്നെ അവിടെ നിർത്തുമോ എന്നുള്ളതാണ് കണ്ടറിയാനുള്ള ഒന്ന്. രണ്ട് എന്ന് പറയുന്നത് ഈ CPIക്ക് ഈ മണ്ഡലത്തിലുള്ള സ്വാധീനം, ആ സ്വാധീനം പെട്ടെന്ന് അട്ടിമറിക്കപ്പെടുന്നതല്ല നിയമസഭയിലേക്ക് എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ പോലെ CPIയുടെ ഒരു കോട്ടയാണ് ചിറയൻകീഴ്. പിന്നെ ഈ ടോട്ടലി ഇടതുപക്ഷത്തിന് നഷ്ടം ഉണ്ടാകുമ്പോൾ CPIക്ക് ഉണ്ടാകുന്ന നഷ്ടം എവിടേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പറയാൻ പറ്റില്ല. പക്ഷേ ഈ മണ്ഡലത്തിൽ വെച്ച് നോക്കുമ്പോൾ സാർ പിന്നെ സ്വാഭാവികമായും CPIക്ക് വിജയിച്ച് കയറാനുള്ള സാധ്യതയാണ് നമുക്ക് കണക്കുകൾ പ്രകാരം നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു V ശശി തന്നെയാണെങ്കിൽ ചിലപ്പം അവിടെ പിടിച്ചു നിന്നേക്കാം എന്നുള്ള 3 തവണ അദ്ദേഹം നിന്ന് കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികം നിർത്തുമെന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി പറഞ്ഞു വിജയ സാധ്യതയ്ക്ക് കൊടുക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് LDFനെ സംബന്ധിച്ചുള്ള ഒരു പരീക്ഷണ ഘട്ടമാണ്. അതെ, നിലനിൽപ്പിന്റെ പരീക്ഷണ ഘട്ടം. പക്ഷേ ആ പരീക്ഷണ ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥികളെ വെച്ച് പരീക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് വിജയ സാധ്യത നോക്കും. അവിടെ എല്ലാ ബൈലോയും വയലേറ്റ് ചെയ്യും. ഇപ്പോഴത്തെ വീട്ടിലെ ഒറ്റ അജണ്ട എന്ന് പറയുന്നത് പിന്നെ 3-ാം വട്ടവും പിടിക്കുക എന്നുള്ളതാണ്. അവിടെ പാളിക്കഴിഞ്ഞാൽ അവസാനിക്കുന്ന തുരുത്തും കൂടി ചിലപ്പോൾ പോകാനുള്ള സാധ്യതയെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വളരെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആ വേദി ചിറയൻകീഴ് കള ഒരുക്കുകയാണ്. നമുക്ക് തള്ളിക്കളയാവുന്ന മണ്ഡലമല്ല ഇത്. പണ്ട് ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലമായിരുന്നു വരുന്നതിന് മുമ്പ്. ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിലെ അത് സാർ ഈ മണ്ഡല പുനർനിർണ്ണയം നടക്കുന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ ഇപ്പോൾ പിന്നെ ഈ ദ്വയാംഗ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ആ ദ്വയാംഗ മണ്ഡലങ്ങളെ മാറ്റിയിട്ട് അത് ഒരുമിച്ചപ്പോഴാണ് അത് വീണ്ടും 133 വരുന്നത്. പിന്നെ 2008 വരുമ്പോഴത്തേക്ക് 140 ആയി വരുന്നു. പിന്നെ സംഭവിച്ച കാര്യം പിന്നെയും മണ്ഡല പുനർനിർണ്ണയം നടന്നിട്ടുണ്ട്. പക്ഷെ ആ മണ്ഡല പുനർനിർണ്ണയം നടന്നപ്പോൾ അതിരുകൾ പലതും മാറ്റിക്കൊണ്ട് അതിരുകൾ പലതാണ് പറയുന്നത്. അപ്പോൾ ആ അതിര് മാറ്റത്തിൽ പെട്ടതാണ് ഈ ചിറയൻകീഴ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങ് അതിൽ പറ്റിപ്പോയതാണ്. പക്ഷേ എങ്കിൽ കൂടി അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അപ്പുറത്തുനിന്ന് കുറച്ച് ഭാഗം ഇപ്പുറത്ത് എടുക്കുമ്പോഴും ആ ഇടതുപക്ഷത്തിനെ കോരിയാണ് ഇപ്പുറത്തിടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റു ആറ്റിക്കലും നെടുമങ്ങാടൊക്കെ നോക്കുമ്പോഴൊക്കെ ഇത് കാണാം. ഇവിടെ CPI മണ്ഡലം അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നൊക്കെ ഈ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നതും തന്നെ ഈ ഇടതുപക്ഷ വോട്ടുകളെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു പിന്നെ അവർക്ക് അത് പരിപാലിച്ചാൽ മാത്രം മതി. അപ്പോൾ അതാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വീറും വാശിയുമുള്ള ഒരു പോരാട്ടം നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോരാട്ടം. ഇത് NDA ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അല്ല, NDA വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ മണ്ഡലത്തിന്. അതുകൊണ്ടാണ് ആശാനാഥനെ നിർത്തുമെന്ന് അവർ പറയുന്നത്. മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഉറപ്പിച്ച മട്ടിലാണ്. ആണല്ലേ? അപ്പോൾ ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അവരിപ്പോൾ എനിക്ക് ഇന്നത്തെ പത്രത്തിലെ കണ്ട് അവർ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വാർത്ത, ഇവിടുന്ന് ജയിച്ച ആൾക്കാർ അത് നാഷണൽ ലെവലിലേക്ക് ഈ ജയത്തെ പ്രതിഫലിപ്പിക്കുക എന്നുള്ള ദൗത്യവുമായി ഇവിടെ വന്നവർ നോർത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകുന്നു. ആദ്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരുന്നു, അവിടെ ഒരു വീടിന് സൽക്കാരം. പിന്നെ ഈ ട്രെയിൻ പോകുന്ന വഴികളിലൊക്കെ സ്വീകരണം ഒരുക്കുന്നു. കഴിഞ്ഞ 40 വർഷമായി ഇടതുപക്ഷം ഭരിച്ചിരുന്ന കോർപ്പറേഷൻ BJPക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്ന ആ സന്ദേശം ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലേക്കും എത്തിച്ചാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ട് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. നല്ലതാണ് വാസ്തവത്തിൽ അത്. കാരണം നോർത്തിൻ്റെ ഭാഗങ്ങളിൽ എപ്പോഴും നമുക്ക് ഒരു അഭിപ്രായം ഉള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ BJP പ്രവർത്തകർക്ക് വേണ്ടതെന്ന് പറയുന്നത് നോർത്തിലെ പ്രവർത്തകർ എത്ര ചിട്ടയായിട്ടാണ് പഴയ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഇവിടെ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തന ശൈലി
അവർക്ക് ഒരുപക്ഷേ കുറവ് അവർക്കുണ്ട്. അത് ഈ യാത്രക്കിടയിൽ അവർ ആർജിച്ച് വരുമായിരിക്കാം. ഈ പറഞ്ഞ നമ്മുടെ ഈ കാൻഡിഡേറ്റും ആ പിന്നെ പട്ടികയിലുണ്ട്, യാത്രയിലുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ടൊക്കെ വരുമ്പോൾ വർദ്ധിത വീഡിയോയുമായിട്ട് വരുമ്പോൾ ചിറയൻകീഴെത്തി നിൽക്കുമ്പോൾ പിന്നെ എന്ത് ഫലമാണ് ഉണ്ടാകുക? എന്തായാലും നമുക്ക് പ്രവചിക്കാൻ നമ്മളില്ല. വളരെ ശുദ്ധമായ നല്ല ഒരു പോരാട്ടം പിന്നെ നമുക്ക് കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കട്ടെ. അതെ, അശാനാഥ് അങ്ങനെ ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണായി തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലുടനീളം ഇങ്ങനെയുള്ള വനിതകൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും വരട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ.